നെഫ്രോണിൻ്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗം ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഇരട്ട ഭിത്തികൾക്ക് ഇടയിലുള്ള സ്ഥലം ക്യാപ്സുലാർ സ്പേസ്. ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖ അഫറൻ്റ് വെസൽ. ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ ലോമികകൾ ഗ്ലോമറുലസ്. ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തക്കുഴലുകൾ ഇഫറൻ്റ് വെസൽ. ഗ്ലോമറുലസിൽ ഉണ്ടാകുന്ന മർദ്ദവ്യത്യാസം മൂലം രക്തത്തിലെ കുറച്ച് ദ്രാവക ഭാഗം ക്യാപ്സുലാർ സ്പേസിലേക്ക് ഊറിയിറങ്ങി ഉണ്ടാകുന്ന ദ്രാവകം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ പുനരാകിരണം നടക്കുന്ന ഭാഗം വൃക്കാനളിക. നെഫ്രോണുകളിലെ നീണ്ട കുഴലു പോലുള്ള ഭാഗം വൃക്കാനളികകൾ. ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴൽ വൃക്കാനളിക. നെഫ്രോണുകളിലെ അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന വൃക്കയിലെ ഭാഗം പെൽവിസ്. ഒരു ദിവസം ഒരു വ്യക്തിയുടെ ശരീരത്തിലുണ്ടാകുന്ന മൂത്രത്തിൻ്റെ ഏകദേശ അളവ് 1.5 ലിറ്റർ. ഏകദേശം 1800 ലിറ്റർ രക്തം അരിച്ചാണ് ഒരു ദിവസം 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത്. മൂത്രത്തിൻ്റെ pH 6. മൂത്രത്തിൻ്റെ നിറം ഇളം മഞ്ഞ. മൂത്രത്തിന് ഇളം മഞ്ഞ നിറം കൊടുക്കുന്ന ഘടകം യൂറോക്രോം. അണുബാധ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കം നെഫ്രൈറ്റിസ്. ലോകത്തിൽ ആദ്യമായി വിജയകരമായി മാറ്റിവെക്കപ്പെട്ട അവയവം വൃക്ക. ലോകത്തിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ഡോക്ടർ ജോസഫ് മുറെ 1954 ഡിസംബർ 23. 2 വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ യുറീമിയ. അണലി വിഷം വേഗത്തിൽ പ്രവർത്തനരഹിതമാക്കുന്ന അവയവം വൃക്ക. മൂത്രത്തിൽ കല്ലുകൾ രൂപപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന വേദന റീനൽ കോളിക്ക്. വൃക്കയിലെ കല്ലുകളുടെ ശാസ്ത്രനാമം കാൽസ്യം ഓക്സലേറ്റ്. വൃക്കയിലെ കല്ലുകൾ അൾട്രാസോണിക് തരംഗം ഉപയോഗിച്ച് പൊട്ടിച്ചു കളയുന്ന രീതി ലിത്തോട്രിപ്സി. വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നികൾ റെനിൻ, എറിത്രോപോയിറ്റിൻ, കാൽസിട്രിയോൾ. മൂത്രത്തിൽ രക്തത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന അവസ്ഥ ഹെമറ്റൂറിയ. മൂത്രത്തിൽ ഹീമോഗ്ലോബിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന അവസ്ഥ ഹീമോഗ്ലോബിനൂറിയ.